എന്റെ സങ്കടം ഞാനിനി ആരോടാ പറയാ? നീ ഒന്ന് കരയാണ്ടിരിക്കടി. നമുക്ക് സമാനം ഉണ്ടാക്കടി സരു. ഞാനല്ലേ പറയണേ. മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാം. കൃഷ്ണേട്ടൻ വന്നോ? വന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ കൃഷ്ണേട്ടൻ ഇപ്പൊ ചെയ്യാ? മോനെ ശിവൻകുട്ടി, ഒരു അവധിയും കൂടെ നീ കേൾക്കണം. നോ, പറ്റില്ല. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തുവാ പറയാനാ? വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 ഉറുപ്പിയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. ലക്ഷവും കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കുടിയെ കൊണ്ടുതരാം. അളിയൻ അറങ്ങ് കള. കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനി ഒരു അവധി ശിവൻകുട്ടിക്കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ആഫീസിനടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്നറിയാവോ? എനിക്കതൊന്നും കേൾക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനായി ഈ ശിവൻകുട്ടി. വെള്ളം ഉണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാൽ നെറ്റിമേ പോരാൻ ഒരു തുട്ടുവടില്ല. ഇല്ലെങ്കിൽ വേണ്ട. ദേ ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ. പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ, അങ്ങനെ പറയില്ല അളിയ. സരോജത്തെ ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നാണക്കേടാ. അറിയട്ടെ, 4 ആൾ അറിയട്ടെ. സ്വന്തം പല്ലുടെ കുത്തി എന്തിനാ ഇങ്ങനെ നാട്ടിക്കണത്? നാറ്റിക്കൊടി, നിങ്ങളെ ഒക്കത്തിനെയും ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ. കാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. അളിയ പിണങ്ങി പോവല്ല അളിയ. എന്റെ ഒരു അവധി കൂടി അളിയൻ കേക്ക്. അളിയൻ പോയോ കൃഷ്ണേട്ടാ? ശിവൻ പോയി രാമു. ആരാത്? രാഘവ മേസ്ത്രിയാ? അതെ, ശിവൻകുട്ടി ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. എന്തു പറ്റി? സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും 5,000 രൂപ പോലും വില കൽപ്പിക്കാത്ത ദ്രോഹി. പിന്നെ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. മുതലാളി വന്നിട്ടുണ്ട്. വന്നോ? വന്നു. കൂടെ ഡൽഹിയിൽ നിന്ന് മന്ത്രിയുടെ മോനും ഭാര്യയും. AC റൂമിലൊക്കെ താമസിച്ച് ശീലിച്ചവരല്ലേ. അടിച്ചും തുടച്ചും എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടണമെന്ന് നിർബന്ധം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണിക്കൊരാളെ കിട്ടണ്ടേ? എനിക്ക് വയ്യാന്നുള്ള വിവരം പറഞ്ഞില്ലേ? പറയാണ്ടല്ല, മുറികളിലൊക്കെ കയറി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണുകയെ. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് വേണ്ടേ? വാസന്തിക്കൊന്ന് പോയാലെന്താ? വെറുതെ തുള്ളിച്ചാടി നടക്കുകയല്ലേ. വല്ല വീട്ടിലെ അടുക്കളപ്പണിക്ക് പോകാൻ എനിക്ക് വയ്യ. ഓ, അവള് കണ്ണുപൊട്ടം കളക്ടറുടെ അനിയത്തിയല്ലയോ? 4 കാശ് കിട്ടണ പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ തണ്ടി. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ പറഞ്ഞോട്ടെ മോളെ. ഇഷ്ടമില്ലെങ്കിൽ പോണ്ട. മേസ്ത്രി പൊയ്ക്കോളൂ. എനിക്ക് വയ്യെങ്കിലും ഞാൻ വരാം. ആവു, സമാധാനമായി. രാമുവേ, അപ്പൊ പോവാ. ശരി മേസ്ത്രി. നീ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാകും. തക്ക സമയത്തിന് തന്നെയാ തോമസ് സാർ എത്തിയത്. നീ നോക്കിക്കോ, ആ ബാങ്ക് മാനേജറെ കൊണ്ട് നിന്റെ ലോൺ ഞാൻ ഇന്ന് തന്നെ പാസ്സാക്കി. നേരാണോ കൃഷ്ണേട്ടാ? തോമസ് സാറ് പറഞ്ഞാൽ ലോൺ കിട്ടുമോ? കിട്ടുമെന്നോ? തോമസ് സാർ ആ ഫോൺ എടുത്തൊന്ന് കറക്കിയാ മതി. 5,000 അല്ല 5 കോടി ലോൺ കിട്ടും. ആരാ? ശിവരാമനാ? ആ, ഞാൻ XMB തോമസ് ചാക്കോ. അതെ, നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ 8ാം വാർഡിലെ രാമു എന്നൊരു ബ്ലൈൻഡ് ഒരു ലോൺ ആപ്ലിക്കേഷൻ തന്നിരുന്നല്ലോ. അതെന്തായി? വകുപ്പും നിയമമൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ മനുഷ്യർ ഉപദ്രവിക്കാൻ വേണ്ടിയല്ലല്ലോ. എടോ, കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ മുതലാളിമാർക്കും രാഷ്ട്രീയ ദല്ലാളന്മാർക്കും ലോൺ കൊടുത്ത് മുടിക്കുന്ന ഒരു ബാങ്ക് അതൻ്റെത്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു അന്തന് കൊടുക്കുന്ന ലോണാ. 5,000 രൂപ തനിക്ക് പുണ്യമെങ്കിലും കിട്ടും. തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ടല്ലോ. അതോ ഇനി തനിക്ക് പോക്കറ്റ് പണി കിട്ടാഞ്ഞിട്ടാണോ? ആ, അത്രയ്ക്ക് സത്യസന്ധനാണെങ്കിൽ അത് ഉടനെ ഒന്ന് പാസ്സാക്കി കൊടുക്ക്. മതിയല്ലോ. മതിയോന്നോ? ഇത് ധാരാളം. ഈ ഉപകാരത്തിന് സാറിനോട് എന്താ പറയണ്ടേന്ന്? ഒന്നും പറയണ്ട. ആരുടെ ഔദാര്യം അല്ലത്? നിനക്ക് കിട്ടാൻ അർഹത ഉള്ളതാ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, വാടാ. ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വില കൂടിയ സെന്റിന്റെ മണം. ഡൽഹിയിൽ നിന്ന് വന്ന വിനോദിന്റെ ഭാര്യ ജയന്തി. ഇത് രാമു, നമ്മുടെ ഭവാനിയമ്മയുടെ മോന. നല്ല അസലായിട്ട് പാടും. പാടുക മാത്രമല്ല, പാട്ടെഴുതും. അതിന് ഈണവും ഉണ്ടാക്കും. പാട്ടെഴുതിയേ? അതെങ്ങനെ? മനസ്സിൽ കുത്തിക്കുറിക്കും, പിന്നെ അങ്ങോട്ട് പാടും. എന്തിനെ കുറിച്ചാ പാടുന്നേ? ദൈവങ്ങളെ കുറിച്ച്, പിന്നെ ഈ സുന്ദരമായ ഭൂമിയെ കുറിച്ച്. മൈ ഗോഡ്, ഐ കാൻ ബിലീവ്. ഒന്നും കാണാതെ പിന്നെ ഇതൊക്കെ എങ്ങനെ എഴുതുന്നേ? വിരലോണ്ട് തൊട്ട് അവനെല്ലാം അറിയാം. ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, പുഴ, മഴ, മഴവില്ല്, പിന്നെ ഈ കാറ്റും വെയിലൊക്കെ നമുക്ക് അറിയാലോ.
ആഴ്ചപ്പതിപ്പ് വരുന്ന കവിതയും നോവലും ഒക്കെ ഞാൻ വായിച്ചു കൊടുക്കും. അതെ അതെ. പിന്നെ എന്റെ വാസന്തി വർത്താനം പറയണ പ്രായമായപ്പോ അവൾ ഓരോന്ന് പഠിപ്പിക്കും. വാസന്തി വരലോണ്ട് എന്റെ പുറത്ത് എഴുതിയ എനിക്ക് മനസ്സിലാവും. പിന്നെ കുറെ ഇംഗ്ലീഷ് വാക്ക് അറിയാം. നീ ഒരു പാട്ട് പാടി കേൾപ്പിച്ചേ. കയ്യിലുള്ളതൊക്കെ പഴയ സ്റ്റോക്കാ. പുതിയതൊരെണ്ണം എഴുതിയിട്ട് ഒരു ദിവസം പാടാം. ഇന്നിപ്പൊ മനസ്സിന് സുഖമില്ല. പോട്ടെ സാറേ. പിന്നെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ഐസക് ജോൺ വരുന്നുണ്ട്. അമേരിക്കനാ. പുള്ളിക്കാരൻ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാ. വരുമ്പോ നീ ചെന്നൊന്ന് കാണണം. ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് കാഴ്ച കിട്ടില്ലെന്നാ പലരും പറയണേ. ആളുകൾ പറയുന്നൊന്നും നീ കേൾക്കണ്ട. ഡോക്ടർ വരട്ടെ, ഞാൻ അറിയിക്കാം. കൃഷ്ണനായരെ, ഓ, ആ ലോണിന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്നെ വരും അറിയിക്കണം. പോകാം. എന്നാ ബേബി രാമു, കോതോർമ്പിൽ ഹൗസ് അല്ലേ? അതെ. മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചൊന്നുമല്ല. ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ടേ. അതൊന്നും നോക്കാതെ പണം എടുത്ത് തന്നാ റിട്ടയർഡ് ആകുമ്പോ ചിലപ്പോ ബാക്കിയുള്ളവന്റെ പെൻഷൻ വെള്ളത്തിലാവും. തോമസ് സാറിനെ പോലെ ഞാൻ വായിൽ സ്വർണ്ണക്കരടിയായിട്ട് ജനിച്ച ആളൊന്നുമല്ല. അയ്യോ, സാറിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവന്റെ നിവൃത്തികേട് കൊണ്ടാ. എന്റെ അളിയനായതുകൊണ്ട് പറയല്ല. കണ്ണില്ലാത്തൊരു പാവത്തിനെ സഹായിച്ച സാറിന് 100 പുണ്യം കിട്ടും. ചെകുത്താനും കടലിനും ഇടപെട്ട അവസ്ഥയാണ് ഞങ്ങളുടെ. നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ട് നടത്തി കൊടുത്തില്ലെങ്കിൽ നാട് കടത്തും. വകുപ്പിൽ എന്തെങ്കിലും കൈപ്പിഴ പറ്റിയ സർക്കാർ കൊങ്ങയ്ക്ക് പിടിക്കും. എന്താ ചെയ്യ? കുരയ്ക്കേം വേണം, വാലാട്ടയും വേണം. ഇതാ ഇവിടെ ഒന്ന് ഒപ്പിടും. കിട്ടിയോ കൊച്ചേട്ടാ? കിട്ടി. അമ്മേ, ലോണിന്റെ പൈസ കിട്ടിയെന്ന്. തോമസ് സാറ് വിളിച്ചു പറഞ്ഞ നടക്കാത്ത കാര്യമുണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത്? എന്നിട്ടും ആ മാനേജർ ഒന്നും മടിച്ചു. പിന്നെ മുഖത്ത് നോക്കി ഞാൻ 4 മൊഴി പറഞ്ഞപ്പോഴാ അയാള് പണപ്പെട്ടി തുറന്നേ. അത് ശരിയാ. അതെ അതെ, ഇത് കിട്ടാൻ ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇല്ലേ? പൈസ കിട്ടിയല്ലേ മക്കളെ? ദേ അമ്മ വന്നു. ഇനി അളിയൻ പറഞ്ഞ ചടങ്ങാവല്ലോ അല്ലേ സരോ? അമ്മേ, അമ്മയുടെ കൈ കൊണ്ട് തന്നെ തലയിൽ കൊടുത്തരേ. ശിവൻകുട്ടി, ഇത് മുഴുവൻ ഇപ്പൊ തന്നെ നിനക്ക് വേണോ? ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തെ. അളിയൻ എന്താ പറഞ്ഞേ? വീട്ടിൽ വന്നാൽ ഉടനെ വേണ്ട അമ്മേ, കൊടുത്തേക്ക്. സരോജത്തിന്റെ കടം മുഴുവൻ അങ്ങ് തീർത്തേ. അതല്ലെങ്കിലും എന്റെ പൊന്ന അളിയൻ അങ്ങനെയേ പറയൂ. അതുകൊണ്ടാ എന്റെ അളിയൻ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം അല്ലേ? അമ്മേ, ഐശ്വര്യമായിട്ട് അത് കണ്ടു തന്നെ. അളിയ, ഇനിയെങ്കിലും സരോജത്തിനെ കണ്ണീര് കുടിപ്പിക്കില്ല അളിയ. ചങ്കു കുർത്തിന് വർത്തമാനം പറയല്ല അളിയ. ഞാൻ ഈ രൂപ വാങ്ങിച്ചത് ആർക്കു വേണ്ടിയാ? എന്റെ വൈഫ് സരോയ്ക്ക് വേണ്ടി. ശിവൻകുട്ടിയെ, ഓ, ഇവിടെ ഒരുത്ത ഇങ്ങനെ കിടക്കണ കാര്യം മറന്നോടാ? നോ, ആര് മറന്നാലും എന്റെ സരോന്റെ പൊന്നത്തിനെ ഈ ശിവൻകുട്ടി മറക്കോ? എന്നാൽ ഒരു 100 രൂപ എനിക്ക് തന്നേച്ച് പോടാ. ഓക്കേ, അമ്മേ അച്ഛന് കൊടുക്ക്. അമ്മയും പിടിക്കുന്നത് 100 രൂപ. സന്തോഷായി. സോറി. എന്നും എല്ലാരും ഇങ്ങനെ സന്തോഷായിട്ടിരിക്കുന്ന എന്റെ പ്രാർത്ഥന. ഒതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണ ആതിരരാവു മേലെ തിരുവാതിരരാവു മേലെ കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണ ആതിരരാവു മേലെ തിരുവാതിരരാവു മേലെ.
കന്നി നീലപ്പാല് കറയറ്റ പൈമ്പാല് കന്നി നീലപ്പാല് കോരിക്കുടിക്കാൻ തോന്നണ് കോരിക്കുടിക്കാൻ തോന്നണ് മുറ്റത്തെ മുല്ലയിൽ മോന്തിച്ചില്ലയിൽ മുന്നാഴി സ്വപ്നങ്ങൾ പൂക്കണ് ഹായ് ഹായ് പൂക്കണ് തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണ് ആതിരാവുമേലെ തിരുവാതിരാവുമേലെ നീ രാമുവിന്റെ പെങ്ങളല്ലേ? അതെ. രാമു എവിടെ? കൊച്ചേട്ടൻ ജോലിക്ക് പോയി. എവിടാ? സെന്ററില്. അവനോട് ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ പോണം. അതെങ്ങനെ അവനെ ഒന്ന് അറിയിക്കുന്നേ? ഞാൻ പോയി പറയാം. മേസ്തിരി അടുത്ത് ഞാൻ ഒരു കത്ത് കൊടുത്തു വിടാം. അത് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓ, ആരാത്? നമ്മുടെ ഭവാനി അമ്മയുടെ മോളാ. ഓ, അന്ന് വന്ന ബ്ലൈൻഡിന്റെ സിസ്റ്റർ അല്ലേ? അതെ. മറ്റേ കുട്ടി? അത് ഏതാ കുട്ടി? എന്റെ കൂട്ടുകാരത്തിയാ, ലക്ഷ്മി. എവിടുത്തെയാ? ഇലഞ്ഞിപ്പോയില്ലേ? ഓ, നമ്മുടെ കല്യാണമ്മയുടെ മോളോ? ആ. ആ കുട്ടി ഊമയാ. അയ്യോ പാവം, മിടുക്കി കുട്ടിയല്ലേ? ഇവളുടെ അച്ഛൻ ലോറി തടി കയറ്റിക്കൊണ്ടിരുന്നപ്പോ കയറ് പൊട്ടി തടി വീണ് മരിച്ചതാ. ഓ മൈ ഗോഡ്. ഫേറ്റ്. തോമാച്ചനി നാട്ടുകാരുടെ സകല ചരിത്രവും ഭൂമിശാസ്ത്രവും കാണാപ്പാടമാണല്ലോ. കണ്ണു പരിശോധിക്കുന്ന ഡോക്ടറെ കാണുന്ന കാര്യത്തിനാ. കൊച്ചേട്ടന് കാഴ്ച കിട്ടിയ നിന്റെ ഭാഗ്യ. പ്രാർത്ഥിച്ചോ. എന്നിട്ട് വേണം മൂലകുമടക്കി ഭരിക്കാൻ അണ്ണാർക്കണ്ണന് മോഹം. അമ്പോ അണ്ണാർക്കണ്ണന് മോഹം. അണ്ണാർക്കണ്ണന്റെ മോഹം കൊള്ളാലേ കൃഷ്ണേട്ടാ. കവിത നല്ല രസമുണ്ട്, ഒന്ന് വായിച്ചേട്ടെ. തന്നാലാവത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് തോർത്തില്ല, സാക്ഷിയായി തുണ നിന്ന ലക്ഷ്മണനും തോർത്തില്ല. എന്ത്? രാമനും ലക്ഷ്മണനും തോർത്തില്ലെന്നോ? ആരെ ഈ കവിത എഴുതിയേക്കണേ? ഏതോ ഒരു ശ്രീധരൻ പോറ്റി. പോറ്റിയോ? അങ്ങനെ വരാൻ വഴി ഉണ്ടാവില്ലല്ലോ, ഒന്നുകൂടി നോക്കിയാൻ. തന്നാലാപത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് ഒരു ചെറിയ തിരുത്തുണ്ടടാ. എന്താ? രാമന് തോർത്തില്ലെന്നാ. അങ്ങനെ പറ. രാമനോ അതോർത്തില്ല, സാക്ഷിയായി തുണ നിന്ന ലക്ഷ്മണനോ അതോർത്തില്ല എന്നല്ലേ? അതെ അതെ, ഞാനും അതാ വിചാരിച്ചേ. ഈ തോർത്തില്ല തോർത്തില്ല എന്ന് മിമിക്രിയിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഒരക്ഷരം മാറിയപ്പോ സംഗതി അശ്ലീലമായനെ. ഈ കവിതയും നോവലും ഒക്കെ വായിപ്പിച്ച് കേൾക്കാൻ ഈ നാട്ടിൽ വിവരമുള്ള വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേടാ? സ്വന്തം മുതലാളിക്കിട്ട് തന്നെ വേണം. ഇതാണ് ഈ നാടിന്റെ ഒരു കുഴപ്പം. മുതലാളിയാകാനും മന്ത്രിയാകാനും ഒക്കെ കയ്യിൽ പണമുള്ള ഏത് വിവരദോഷെ കൊണ്ടും പറ്റും. പക്ഷെ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാകാനേ തലയിൽ ഇച്ചിരി പൈസ വേണം. എന്നോടാ കളി. ഇതാര്? നീ എന്താ ഇങ്ങോട്ട്? കൊച്ചേട്ടനെ കാണാൻ വന്നതാ. ആരാ? വാസന്തിയാ? എന്തേ? അച്ഛന് വല്ലതും? ഏയ്, അച്ഛനൊന്നുമില്ല. പിന്നെന്തേ പെട്ടെന്ന് ഈ നേരത്തെ ഇങ്ങോട്ട്? തോമസ് മുതലാളി ഒരു കത്ത് വന്നു. കണ്ണ് ഡോക്ടർക്കുള്ളതാ. ഡോക്ടർ അമേരിക്കന്ന് എത്തിയോ? ആ, സിറ്റിയിലെ മെഡിക്കൽ ആശുപത്രിയിലാന്നാ പറഞ്ഞേ. ഇന്ന് എന്നെ പോയി കാണുന്നെന്ന്. പോകാടാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തോമസ് സാർ അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ലെന്ന്. മോളെ നീ. ഞാൻ കൂടി വരട്ടെ? വേണ്ട,
എപ്പോഴാ തിരിച്ചു വരണേന്ന് പറയാൻ പറ്റില്ല. എന്റെ മോള് വീട്ടിലേക്ക് പോയിക്കോ. മെസ്സാജുണ്ടോ? എടാ ഞങ്ങൾ ആ സിറ്റി ആശുപത്രി വരെ ഒന്ന് പോവാ. ആ മുതലാളി, അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടർ കെല്ലിന്റെ പണി അറിയാമോ എന്ന് ചോദിക്കണം. എന്റെ കാല് നേരെയാക്കാൻ പറ്റുമോന്ന് അറിയാനാ. കാലല്ല, നിന്റെ നാവ് ആദ്യം നേരെയാക്കേണ്ടത്. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ? യെസ്, പ്ലീസ് ഹോൾഡ് ഓൺ. ഇയാളെ ടേബിളിൽ കിടത്തു. വരൂ. ലൈറ്റ്സ് ഓൺ. ഈ പേഷ്യന്റിനെ എന്റെ മുറിയിലിരുത്തിയേക്കും. ശരി ഡോക്ടർ. ആ, രാമു എഴുന്നേറ്റോളൂ. ഇരിക്കൂ. XMP തോമസുമായിട്ട് എങ്ങനെ പരിചയം? തോമസ് സാറ് ഞങ്ങളുടെ എല്ലാമാണ്. ആഹാ. എന്താ ഡോക്ടറെ, രാമുവിന് കാഴ്ച കിട്ടുമോ? തീർച്ചയായിട്ടും. ഓപ്റ്റിക് നെർവ്സിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. എന്ന് വെച്ചാ രാമുവിന്റെ കണ്ണിലേക്കുള്ള ഞരമ്പുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന്. കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ, അതായത് കണ്ണ് മാറ്റി വെച്ചാൽ കാഴ്ച കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഭാഗ്യമുണ്ടടാ. വാസന്തേ, ദേ കൊച്ചേട്ടൻ എത്തിയല്ലോ. ഡോക്ടർ എന്ത് പറഞ്ഞു ചേട്ടാ? ഞരമ്പുകളിലൊന്നും കുഴപ്പമില്ലെന്ന്, കണ്ണ് മാറ്റി വെച്ച കാഴ്ച കിട്ടുന്ന പറയണേ. എന്റെ ഭഗവതി, നേരെയാണോ ഞാൻ ഈ കേക്കണേ? നേരാമ്മേ, ഡോക്ടർ അങ്ങനെ തന്നെയാ പറഞ്ഞേ. അല്ല, അതിനിപ്പോ കണ്ണ് എവിടുന്നാ കിട്ടുക? കണ്ണ് പൊട്ടനെ പറ്റിയതിന് അച്ഛൻ അമ്മയെ പ്രാവുമ്പോൾ കാവിലെ അമ്മയെ വിളിച്ച് കരഞ്ഞോണ്ട് എന്റെ അമ്മ പറയാറില്ലേ, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മയുടെ ഉയിര് വേണമെങ്കിൽ തരാന്ന്. ഉയിര് വേണ്ട, ഒരു കണ്ണെനിക്ക് തരാമ്മേ. കണ്ണ് കിട്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പോടാ? കഴിവേറി കളക്ടർ ആവാൻ പോടാ. കണ്ണും വച്ചോണ്ടിന്ന് പാടിയാലേ 10 പൈസ ഒരാളും തരില്ല. ഞാൻ വല്ല കൂലിപ്പണിയും ചെയ്തോളാം അച്ഛാ. പിന്നെ പണിയും കൊണ്ട് ആൾക്കാർ നിന്നെയും കാത്ത് നിൽക്കുകയല്ലേ. 2 കണ്ണുണ്ടായിട്ടൂടെ ഓരോരുത്തന്മാര് തെക്ക് വടക്ക് തെണ്ടി നടക്കുക. അപ്പോഴാ ഒറ്റ കണ്ണ് വെച്ചോണ്ട് നീ ഉണ്ടാക്കാൻ പോണത്. നിന്റെ പാട്ട് കേട്ട് മയങ്ങിയിട്ടൊന്നും അല്ല ആളുകൾ പണം തരണത്, കണ്ണുപൊട്ടം പഠനമുണ്ടാ. അവൻ പുതിയ കണ്ണുണ്ടാക്കാൻ പോണം. അച്ഛൻ പറയണത് പറഞ്ഞോട്ടെ. എന്റെ ഏട്ടന് ഞാൻ തരും കണ്ണ്. കൊള്ളാം, എന്നാ പിന്നെ കേമാവും. അല്ലേ തന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ 10 ചക്രത്തിന് വഴിയില്ല. അപ്പളാ അവള് കണ്ണൊലത്താൻ പോണ്. കണ്ണും കൂടി ഇല്ലെങ്കിലേ ഒരു പട്ടിച്ചാത്തനുണ്ടാവില്ല കൊണ്ടുപോവാൻ. മൂത്ത് നരച്ച് നരകിച്ച് ഇവിടെ കിടന്ന് നിരങ്ങി നീ. ഞാൻ സഹിച്ചോളാം, എന്റെ കൊച്ചെണ്ണ വേണ്ടിട്ടല്ലേ. ഇപ്പൊ കഴിവറി തർക്കുത്തരം പറയുന്നു. പറയും. ഈ വീട്ടില് പെടക്കോഴി കൂവണ്ട, കൂവിയാളുണ്ടല്ലോ അറക്കും ഞാൻ. അവൻ കണ്ണും വെച്ച് ഉള്ള കഞ്ഞില് മണ്ണ് വാരിയിടാൻ പോണു. ഇത്രയും നാള് ജീവിച്ചില്ലേ, അതുപോലെ മതി.
Ha